നബി സ്വന്തം കൈകൾ കൊണ്ട് 300-ൽ പരം വിഗ്രഹങ്ങൾ അടിച്ചുടച്ച് അതിൽ ഒരെണ്ണം മാത്രം ശേഷിപ്പിച്ച് അതിൻ്റെ മേലെ പടുത്തുയർത്തിയിരിക്കുന്നതാണ് കാബ എന്ന് പറയുന്നത്. ഈ ഔറംഗസേബിന്റെ സൈന്യത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നു. ഒരു വിഭാഗം മാത്രമല്ലോ, പല വിഭാഗമുണ്ട്. ബലാത്സംഗം ചെയ്യാൻ വേണ്ടി, ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഠിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ അയോധ്യക്കെതിരാണ്, അവർ കാശിക്കെതിരാണ്. നമ്മുടെ പൂർവികന്മാരെ കൊലപ്പെടുത്തി അവരെ ആക്രമിച്ച് അവരുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ശേഖരിച്ചു വെച്ച മഹാക്ഷേത്രങ്ങളുടെ മേലെ മസ്ജിദുകൾ കെട്ടിപ്പടുക്കുമ്പോൾ ഒരു മതവിശ്വാസി അല്ലെങ്കിൽ പോലും ഒരു ഭാരതീയനെ സംബന്ധിച്ച്, ഭാരതീയ സംസ്കാരത്തെ പ്രണയിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വികാരം തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം മുസ്ലിമിന് ഒരു ആരാധനാലയത്തിന് വേണ്ടി ചെയ്തതല്ല ഇത്. അത് കാശിയിലാണേലും മധുരയിലാണേലും അയോധ്യയിലാണെങ്കിലും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. ഒന്ന്, സമ്പത്ത് കൊള്ളയടിക്കുക. രണ്ട്, മതപരമായ അധീശത്വം അടിച്ചേൽപ്പിക്കുക. അപ്പോൾ ഒരു ഹിന്ദു എടാ മാങ്ങാണ്ടി മോറ, നീ ഈ വിളിച്ചു പോകുന്നതെല്ലാം ചരിത്രപരമായിട്ട് തെളിവ് തരാൻ കഴിയുമോ? അങ്ങനെ നീ തെളിവ് തന്നാൽ നിന്നെ ഈ കൊല്ലം മുഴുവൻ മുസ്ലിം ജനത നിന്നെ തോളിലേറ്റിക്കൊണ്ട് നടക്കും. വെല്ലുവിളിക്കുന്ന തയ്യാറുണ്ടോ? അതോ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് ചാനലിൽ ഇരുന്നു കൊണ്ട് മുസ്ലിങ്ങൾക്ക് നേരെ എന്തെങ്കിലും പച്ച വർഗീയത പറഞ്ഞാൽ മതി എന്നൊരൊറ്റ ഉദ്ദേശം കൊണ്ടല്ലടാ പറഞ്ഞാറി നീ പച്ചക്കള്ളങ്ങൾ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കണത്. ഇതിനൊന്നും ചരിത്രപരമായിട്ട് യാതൊരു തെളിവും ഇല്ല എന്നുള്ളത് നിനക്ക് നല്ല പോലെ അറിയാം അല്ലേ? ഫേമസ് ആകാൻ വേണ്ടി ഞാൻ അറിയാണ്ട് ചോദിക്കണം, നിന്റെ തന്തിയും തലയും ജീവിച്ചിരിപ്പുണ്ടോ? ഇനി ജീവിച്ചിരിപ്പില്ലെങ്കിൽ എന്തിനാണ് ആ പ്രായമുള്ള അവരെ, വയസ്സായ ആ പ്രായമുള്ള അവരെ മുസ്ലിങ്ങളുടെ വായിലിരിക്കുന്ന തെറി ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കണം? നാണോ ഇല്ലടാ, പ്രായമൊക്കെ ഇത്ര ആയില്ലേ? ഇത് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തന്ത ഉണ്ടല്ലോ, നിന്നെ ഉണ്ടാക്കിയ തന്ത, അയാൾക്ക് അന്നേ നിരോധിട്ടിരുന്നെങ്കിൽ ഇന്നിപ്പോ ഞങ്ങൾക്ക് ഇത് കേൾക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവില്ല. അയാൾ ചെയ്ത ഒരു തെറ്റാണ്, ഞങ്ങൾക്ക് ഇപ്പൊ ഇത് കേൾക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നത്. സഹിക്കുക.